ആത്മബന്ധുക്കൾക്ക് വിനീതമായ നമസ്കാരം. ഓരോ മനുഷ്യനും ഓരോ സ്വഭാവക്കാരാണ്. ഓരോ വ്യക്തിനിഷ്ഠമായ സ്വഭാവത്തെ സ്വാധീനിക്കുന്നത് ആ ചുറ്റുപാടുള്ള ജനങ്ങളും ആ ചുറ്റുപാടുകളും, അതായത് കാലത്തിനും ദേശത്തിനും വ്യക്തിക്കും വളരെയധികം നമ്മുടെ മനസ്സിൽ സ്വാധീനം ചെലുത്താൻ സാധിക്കുന്നതാണ്. അതിനാൽ നാം കാലദേശ വ്യക്തികൾക്ക് അതീതമായ തത്വജ്ഞാനം രൂഢമൂലമായി ഉറച്ചാൽ മാത്രമേ സ്വന്തം സ്വരൂപത്തെ തിരിച്ചറിയാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ഒരു കവി പറയുകയാണ്, കാലദേശ സ്വഭാവാദി കടിമപ്പെട്ടുപാരിതിൽ യാതൊന്നിലും പിറുപിറുപ്പില്ലാത്ത സമദർശികൾ. സമദർശികളായിട്ടുള്ള ആളുകൾ. സമദർശികളാരാണ്? സത്യത്തെ ബോധിച്ചവർ. സത്യത്തെ ബോധിച്ചവർ സമദർശികളായിരിക്കും. എല്ലാത്തിലും ആ പരമസത്യനെ കാണുന്നവരാണ് സമദർശികൾ. അവർ കാലത്തിനോ ദേശത്തിനോ വ്യക്തിക്കോ അനുസരിച്ച് തൻ്റെ സ്വഭാവത്തെ മാറ്റുകയില്ല. അതാണ് കാലദേശ സ്വഭാവാദി കടിമപ്പെട്ടുപാരിതിൽ. കാലത്തിനും ദേശത്തിനും ഓരോ വ്യക്തികളുടെ സ്വഭാവത്തിനും അടിമപ്പെട്ട് ഈ ലോകത്തിൽ ജീവിക്കാതെ സ്വതന്ത്രമായി യാതൊന്നിലും പിറുപിറുപ്പില്ലാത്ത, തനിക്ക് അനിഷ്ടമായ കാര്യങ്ങൾ വരുമ്പോൾ അതിൽ അനിഷ്ടാനുഭവങ്ങൾ ഇല്ലാതെ, ഇഷ്ടപ്പെട്ടത് വരുമ്പോൾ അത്യധികം സന്തോഷിക്കുകയും ചെയ്യാതെ, അതാണ് പിറുപിറുപ്പില്ലാത്ത. എല്ലാത്തിലും ആവലാതിയും പരിഭവങ്ങളും പറയുന്നതിനെയാണ് പിറുപിറുപ്പ് എന്ന് പറയുന്നത്. അങ്ങനെ യാതൊന്നിലും പിറുപിറുപ്പില്ലാത്ത സമദർശികൾ. സമദർശികളായവർ അത്തരത്തിലുള്ളവരായിരിക്കും. അവരാണ് സത്യത്തെ ദർശിക്കുന്നവർ. ആ സത്യദർശികൾ കാമം ക്രോധമഹങ്കാരം അസൂയ മുതലായവ തീണ്ടാതത്യന്ത സംശുദ്ധി തുളുമ്പും വീര്യശാലികൾ. ആ സത്യദർശികൾ വീര്യശാലികളാണ്, ശക്തന്മാരാണ്, സ്വന്തം മനസ്സിനെ നിയന്ത്രിക്കാൻ കഴിവുള്ളവരാണ്. അവർ കാമ ക്രോധ മത മത്സരം അഹങ്കാരം ഇവയെല്ലാം മനസ്സിൽ നിന്ന് തുടച്ചു നീക്കിക്കളഞ്ഞ് പരമപവിത്രമായ മനസ്സോടു കൂടിയവരാണ്. അതാണ് കാമം ക്രോധമഹങ്കാരം അസൂയ മുതലായവ തീണ്ടാതത്യന്ത സംശുദ്ധി തുളുമ്പം വീര്യശാലികൾ. അപ്പോൾ നമ്മൾ പ്രത്യേകം ഓർമ്മിക്കേണ്ടതാണ്, നമ്മുടെ മനസ്സിന് വീര്യമുണ്ടാകണമെങ്കിൽ, നമ്മുടെ മനസ്സിന് ശക്തി ഉണ്ടാവണമെങ്കിൽ എന്തൊക്കെ വേണം? കാമം ക്രോധമഹങ്കാരം അസൂയ മുതലായവ. അസൂയ, പക, വിദ്വേഷം, പ്രതികാരം തുടങ്ങിയവയെല്ലാം എപ്പോൾ നമ്മുടെ മനസ്സിൽ പൊന്തി വരുന്നോ അപ്പോൾ അതിനെ നിർമാർജനം ചെയ്തുകൊണ്ട് ഇരുന്ന് മനസ്സ് പരമ പവിത്രമാക്കി തീർക്കുന്നവരാണ് വീര്യശാലികൾ, വീരന്മാരായ ആളുകൾ, ശക്തന്മാരായവർ എന്ന് നാം ബോധിക്കണം. അങ്ങനെയുള്ളവരാണ്. കാമം ക്രോധമഹങ്കാരം അസൂയ മുതലായവ തീണ്ടാതത്യന്ത സംശുദ്ധി തുളുമ്പം വീര്യശാലികൾ. അതിനാൽ നാം കാലദേശങ്ങൾക്ക് അടിമപ്പെടാതെ ഈ ലോകത്തിൽ ഒന്നിനോടും പെറുപെറുപ്പും ഒന്നിനോടും അസൂയ പക മുതലായി അവ ഇല്ലാതെ സമദർശികളായിട്ട് ജീവിക്കണം. അപ്രകാരം ജീവിക്കുന്നവർക്ക് മാത്രമേ കാമക്രോധ അഹങ്കാരാദികളെ ജയിച്ച് സമദർശിയായി മാത്രമല്ല വീര്യശാലികൾ ആയിത്തീരാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെ സദ്ഗുണങ്ങളെ വളർത്തിക്കൊണ്ട് മനസ്സിൽ നിന്നും ദുർഗുണങ്ങളെ ഇല്ലാതെയാക്കി പരമപവിത്രരായി ജീവിക്കുന്ന
മഹത്തുക്കൾ ഈ ലോകത്തിന് അലങ്കാരമാണ്. അത്തരം വ്യക്തിത്വത്തെ വാർത്തെടുക്കാനാണ് നാം ജീവിക്കേണ്ടത്. അങ്ങനെ ജീവിക്കുന്നവർക്ക് ആ പരമസത്യത്തെ ബോധിക്കാനും സാധിക്കും. കാലദേശ സ്വഭാവാദി കടിമപ്പെട്ടു വാരിതിൽ യാതൊന്നിലും പെറുപെറുപ്പില്ലാത്ത സമദർശികൾ. കാമം, ക്രോധമഹങ്കാരം, അസൂയ മുതലായവ തീണ്ടാതത്യന്ത സംശുദ്ധി തുളുമ്പം വീര്യശാലികൾ.